ഉണ്ടാക്കിയിട്ടില്ലേ അതിൻ്റെ മേളിൽ സാധനങ്ങൾ വെക്കാം. ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കത്തില്ലേ. ഞാൻ അതിൻ്റെ ഓർമ്മ ഉള്ളോടെ ഒന്നാമത് ഓരോ സാധനങ്ങളിട്ട് തട്ടി മുട്ടി അവിടെ ഉള്ള ആക്രിയെല്ലാം വാരിക്കൊണ്ട് വരിക. ഇതുകൂടി ഉണ്ട്. ഇതില്ലേ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ മേളിൽ കപ്പോ കപ്പോ എന്തെങ്കിലും വെച്ചേ പറ്റും. ഇന്ന് കണ്ണുവേ ഇന്ന് ആരെങ്കിലും വന്നോ? ആര് വരാനാ കാണാൻ? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനത് പൊട്ടിച്ചോളാമായിരുന്നല്ലോ. മുറിയെന്ന് വെച്ചാതിയാ രണ്ട് സാധനം ഞാൻ ഓർഡർ കൊടുത്തിട്ട് കുറെ നാളായതാ കേട്ടോ. അതെന്തോ പ്രശ്നം സംഭവിച്ചു, ഇങ്ങനെ ബ്ലോക്കായി എന്തുവാ ഡിലേ ആയി ഇരിക്കുമായിരുന്നു. ഞാൻ പിന്നെ കംപ്ലൈന്റ് ഒക്കെ രജിസ്റ്റർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. ഒന്ന് പിച്ചാത്തിയാ കേട്ടോ. ഞാൻ കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹം തോന്നി, മേടിച്ച്. ഈ 3 എണ്ണത്തിന്റെ സെറ്റ് അത് ഇതേപോലെ. ഒന്നിന്റെ കവർ എടുത്തില്ല, ഒന്നിന്റെ കവർ എടുത്തോളൂ ഇതേപോലെ. കൊള്ളാവോ? അപ്പം ഇതിന്റെ MRP 900 രൂപയൊക്കെ, പക്ഷെ നമുക്ക് ഓഫർ പ്രൈസ് ആയിരുന്നു. 200 ചില്ലാൻ രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ. ഇനി മൂർച്ച എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഈ പിച്ചാത്തി, ഇതുപോലത്തെ ഡിസൈൻ ഉള്ള പിച്ചാത്തി കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കൊരാഗ്രഹം തോന്നി, ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഡിസൈൻ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, നമ്മുടെ അടുക്കളയുമായിട്ട് മാച്ച് ആവുന്ന ഡിസൈൻ. തക്കാളി അപ്പൊ അതാണ്. പിന്നെ ഏതേലുണ്ട് വില കണ്ടോ, 899 രൂപയായിരുന്നു ഇതിന്റെ റിയൽ പ്രൈസ്, ഓഫർ ആയിരുന്നു. പിന്നെന്താണ്, ഇതും ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയിരുന്നതാ കേട്ടോ. അപ്പൊ ഇതും ഞാൻ അന്നേരമേ ഓപ്പൺ ചെയ്ത് കവറൊക്കെ കളഞ്ഞു വെച്ച് ഇതിങ്ങനെ പോരും. ഇതും അതുപോലെ കുറച്ച് താമസിച്ച്, എനിക്ക് തോന്നിയ ഒരു സാധാരണ 10 ദിവസത്തിൽ കൂടുതലൊന്നും ഒരു സാധനം എനിക്കങ്ങനെ ഡിലേ ആയിട്ടില്ല, പക്ഷെ ഇത് അതിൽ കൂടുതലായി. അപ്പോൾ ഇത് ഞാൻ എൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ച്, ഞാൻ 2 ദിവസം ഇല്ലാതിരുന്ന സമയത്ത് വന്ന കൊറിയറുകളായിരുന്നു. അപ്പോൾ ഇതിനും 1000 ചില്ലുവാൻ രൂപ കണ്ടൊക്കെ വില കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഇതെനിക്ക് ഈ സ്റ്റീൽ ആയതുകൊണ്ട് ഒരെണ്ണം വാങ്ങിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓഫർ പ്രൈസിന് വാങ്ങിച്ചു. എത്ര, 520 510 അത്രയും കണ്ടായിരുന്നു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി പാല് വാങ്ങിച്ചു, മുട്ട മേടിച്ചു. ഇന്ന് മീനൊന്നുമില്ല. ചോറ് വെക്കണം. ചോറ് വെച്ച് മുട്ടയും വറുത്ത് ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ട്, അതും കൂട്ടി ചോറുണ്ടാന്ന് വിചാരിച്ചു. ചമ്മന്തിയും ഉണ്ട്, ഇന്നലെ അമ്മമ്മ അരച്ച് തന്ന ചമ്മന്തി ഇരിപ്പുണ്ട്. പിന്നെ നോക്കട്ടെ, ഒരു മെഴുക്കുവരട്ടിയും കൂടെ വെക്കാം. ഇന്നലെ നമ്മളൊരു വൈകിട്ട് സൂചിച്ചിട്ട് എടുക്കാന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആകെപ്പാടെ വയ്യാഴികളായിരുന്നു. കിടപ്പ് വിരിപ്പും ഒക്കെ ആയിട്ട് ഒരുവിധം രാത്രി കഴിച്ചു കൂട്ടി. ഇന്ന് രാവിലെ മരുന്നെല്ലാം കഴിച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോയത്. കുറേ ജോലി പെൻഡിങ് കിടപ്പുണ്ട്. മെയിനായിട്ട് ബിൽ എൻട്രിങ് ആണ്. അതിപ്പോൾ നമ്മൾ ഒരു ദിവസം ചെയ്യാത്ത ജോലി പിറ്റേ ദിവസം ഇരട്ടിയാവുമല്ലോ. അപ്പോൾ 2 ദിവസത്തെ ജോലികളുണ്ടായിരുന്നു. 2 അല്ല 3 ദിവസത്തെ ഉണ്ടായിരുന്നു. നമ്മൾ ശനിയാഴ്ച വൈകുന്നേരം മുതലുള്ളത് ചൊവ്വാഴ്ച ഇന്ന് രാവിലെ വരെയുള്ള സകല ബില്ലുകളും എൻട്രി ചെയ്യാൻ കിടക്കുമായിരുന്നു. കുറേ എല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇന്നതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, വീഡിയോ എഡിറ്റ് ചെയ്തുമില്ല, ഇട്ടുമില്ല. ഇനി അതെല്ലാം ഒന്ന് ചെയ്യണം. പിന്നെ വേറെന്താ, നമ്മളെ ഈ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ വരുമെന്നുള്ളത് വളരെ സത്യമാണ് കേട്ടോ. നമുക്ക് ശരീരം കൊണ്ടേ ഓടിപ്പോകാൻ പറ്റത്തുള്ളൂ, മനസ്സുകൊണ്ട് നമ്മൾക്ക്
അത്ര കണ്ട് എങ്ങോട്ടൊന്നും ഓടി ഒളിക്കാനൊന്നും പറ്റത്തില്ല പ്രശ്നങ്ങളിൽ നിന്നൊന്നും. അതൊക്കെ നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും, അത് സത്യമാണ്. അതുകൊണ്ട് അവര് സന്തോഷമായിട്ടിരുന്നിടത്ത് ഞാൻ പോയി വെറുതെ അവരെ കൂടെ മനസ്സ് വിഷമിപ്പിച്ചു. എനിക്കതൊരു സങ്കടമായി പോയി. ഇനി നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ ഒന്ന് പോകണം, എൻ്റെ മനസ്സൊന്ന് ഇതായിട്ട് നമുക്കൊന്ന് പോകണം. സുചേച്ചിക്കും വിഷമമായി. എൻ്റെ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞ് എന്നെ തന്നെ വിടാനൊരു പേടി. എന്തായാലും അതൊക്കെ എനിക്കങ്ങ് വിഷമമായിപ്പോയി. സുചേച്ചിക്ക് വിഷമിപ്പിച്ചല്ലോ എന്നുള്ള ഒരു സങ്കടമായിപ്പോയി എനിക്ക്. പിന്നെ എന്താ എന്തുവാന്നൊക്കെ ചോദിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെന്തുവാ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മളിപ്പോൾ നമ്മുടെ മനസ്സ് എന്താണെന്നുള്ളത് നമ്മൾ എത്ര ഒരാളോട് പറയാനൊന്നും നമുക്കങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പൊ നമ്മൾ എത്ര വിചാരിച്ചാലും നമ്മുടെ മനസ്സിന്റെ പ്രയാസം വേറൊരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊന്നും പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആരോടും സംസാരിക്കാനുള്ള ഒരിതില്ല. എനിക്ക് ഒന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സംസാരിക്കാനുള്ള ഒരിതില്ല. ആകെപ്പാടെ ഒരുമാതിരി ഭ്രാന്തിയുടെ കൂട്ടായിപ്പോയി. ഞാൻ എന്തോ ചെയ്യാൻ. പിന്നെ ഞാൻ ഇന്നലെ ഇല്ലാതിരുന്ന സമയത്ത് 1-2 പേരൊക്കെ എന്നെ അന്വേഷിച്ച് ചെന്നിരുന്നു എന്ന് പറഞ്ഞു. വീഡിയോസൊക്കെ കാണുന്ന എല്ലാവരോടും സ്നേഹം. ആരെയും കാണാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് എന്താ പ്രത്യേകിച്ച് അത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ. ഇനി ഞാനെന്ന് ഇച്ചിരി ചോറ് അങ്ങോട്ട് വെക്കട്ടെ, എന്നിട്ട് കുളിച്ച് ജപിച്ച് വന്ന് മെഴുക്കുവരട്ടിക്കുള്ളത് എന്തെങ്കിലും നോക്കാം. ഇത് മെഴുക്കുവരട്ടി വെക്കാം. ഒരു ചീമച്ചക്ക കിട്ടി, കണ്ട. ഇപ്പൊ ഇതിന്റെ സീസൺ അല്ലേ, നമ്മള് കാശ് കൊടുത്ത് മേടിച്ചത്. ഇത് പുഴുങ്ങി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ലതാ. പക്ഷെ എനിക്ക് ഇതിന്റെ മെഴുക്കുവരട്ടിയാണ് ഇഷ്ടം. ഞാൻ ഇതിന്റെ മെഴുക്കുവരട്ടി വെക്കാം. ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അരിയൊക്കെ തിളപ്പിച്ചെടുത്ത് വെച്ചു. ഇല്ല, അരിയൊന്നും വേണ്ട, അമ്മ അരിഞ്ഞോ. പുതിയ പിച്ചാത്തി പ്രയോഗിക്കാനുള്ള എന്തോ സയന്റിഫിക്കൽ മൂവ്മെന്റ് ആണ് കേട്ടോ. ഇപ്പൊ ഒന്നും വേണ്ട, പിച്ചാത്തി കൊണ്ടുള്ള പ്രയോഗമൊന്നും വേണ്ട. ഇപ്പൊ ഇത് അരിയൊന്നും ഇങ്ങനെ ഒക്കത്തില്ല. ഇത് അമ്മ എടുത്തോളൂ. അരിയാൻ വിളിക്കാം എപ്പോഴേ. ഈ നാടൻ മുട്ട എന്ന് നമുക്ക് കിട്ടാത്തത് കൊണ്ട് ചിലപ്പോ 10 ഒന്നിച്ചിങ്ങ് മേടിച്ചുകൊണ്ട് പോരും കേട്ടോ. ഇന്ന് വീടിന്റെ കഥ ഇടാനുള്ള പരിപാടിയൊക്കെ അവർ കഥയും ജനലും ഒക്കെ കൊണ്ടുവന്ന്. അപ്പൊ അവിടെ ചെന്ന് കുറച്ച് എന്തുവാ ഇത് തടി കഷ്ണമല്ല, അവിടെ നൂറുക്കും വെട്ടിയതും മുറിഞ്ഞതും ഒക്കെ എടുത്തോണ്ട് വന്നിവിടെ ആശാരിപ്പണിയായിരുന്നു. ഞാൻ പറഞ്ഞു, ഇനി അവിടെ മെനക്കെടൊന്നും ഉണ്ടാക്കല്ലേ. വിച്ചാരിക്ക് മൂർച്ചയുണ്ട് കേട്ടോ. ഞാൻ വെച്ച് മൂർച്ചയൊക്കെ കുറവായിരിക്കും. മൂർച്ചയുണ്ട് കേട്ടോ, ഭയങ്കര മൂർച്ചയായി. കണ്ടോ? അയ്യോ, ഇതൊന്നും എടുക്കല്ലേ, ഭയങ്കര മൂർച്ച. കൊച്ചതും വലുതും ഒന്നും എടുക്കണ്ട, എല്ലാത്തിനും നല്ല മൊത്തം. എനിക്ക് തലവേദനയായിരുന്നു. ഗുളിയൊക്കെ കഴിച്ച് ഒരുമാതിരി ലെവലിൽ ഇരിക്കുക. രാത്രി ഇനി കൂടുവോന്ന് അറിയത്തില്ല. ഇന്നലെ നടും പുറമെല്ലാം വേദന എടുക്കുമായിരുന്നു. ഇച്ചിരി വെള്ളം ബോട്ടിലിനകത്താക്കി ചൂട് പിടിക്കാവുന്നതുകൊണ്ട് എടുക്കുന്നത്. ബോട്ടിലിന്റെ അടപ്പ് ലൂസായിരുന്നു. തിളച്ച വെള്ളം എൻ്റെ ദേഹത്ത് നിന്ന് പൊടി. എന്തൊക്കെ മെനയാണോ ദൈവം. അടുപ്പിലോട്ട് വെച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാവുന്ന കേട്ടോ. വോയിസ് ഇടാനൊക്കെ ഉള്ളു. നമ്മൾ സുചേച്ചിലവിടെ പോയതിൻ്റെ വീഡിയോ, അപ്പോൾ കുറച്ച് വോയിസ് ഇടാനൊക്കെ ഉണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് അതാണ് മെനക്കെട്ട പണി. വീഡിയോ എങ്ങനെയൊക്കെ എടുത്തു വെക്കാം. എനിക്ക് ബലമില്ലാത്തതുകൊണ്ട് വലിയ പാടാണ്.
ഇത് തീയൽ വെക്കാൻ നല്ലത്. എനിക്ക് ഞാൻ തീയൽ വെച്ചാൽ ശരിയാകത്തില്ല. കാരണം ഈ തേങ്ങ നമ്മൾ ക്ഷമയോടെ കുറേ സമയം നിന്ന് ഇളക്കി പരുവത്തിനാക്കി എടുക്കണം. എനിക്ക് വലിയ കൈകൊണ്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുന്ന കാര്യമേ എനിക്ക് ഓർക്കാൻ വയ്യ. ഇച്ചിരി പേരുണ്ട്. ഇന്ന് മോനുകുട്ടൻ്റെ യൂണിഫോം കിട്ടി, ടെക്സ്റ്റ് കിട്ടിയില്ല. ഇനി 2 ദിവസം കഴിയുമെന്ന് തോന്നുന്നു. തയ്ക്കാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലാണ് കിട്ടുന്നത്. അപ്പം ഇനി നാളെ മോനുകുട്ടനെ കൊണ്ടുപോയി അളവെടുപ്പിക്കണം. ഞാൻ ഇങ്ങോട്ട് പോയ വഴിക്ക് മേടിച്ചോണ്ട് പോയി, തിരിച്ചു വന്ന വഴിക്ക് നമ്മളെ തയ്ക്കുന്ന കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി അത് നാളെ പോയി മോനുകുട്ടനെ കൊണ്ടുപോയി അളവൊക്കെ എടുപ്പിക്കണം. യൂണിഫോം മാറി കേട്ടോ, കഴിഞ്ഞ വർഷത്തെ യൂണിഫോം അല്ല. ഒരു ലൈറ്റ് റോസ് കളറൊക്കെയാണ്. ഇനി എളുപ്പം നരുക്കാക്കിക്കൊണ്ട് വരികയും ചെയ്യും. പാൻ്റ് അത് തന്നെയാണ്, ഷർട്ട് മാറി. രണ്ട് ഷർട്ടും ഒരു പാൻറ്റും തയ്ക്കാനുള്ള മെറ്റീരിയലാണ് തരുന്നത്. അപ്പം 2 പാൻറ്റ് വേണ്ടേ. അപ്പം ഇവിടെ മെറ്റീരിയൽ എവിടെയോ ഞാൻ കഴിഞ്ഞ വർഷത്തേത് ഇരിപ്പുണ്ട്. അതൊന്ന് എടുക്കണം. അതെടുത്തിട്ട് നാളെ അതും കൂടെ കൊണ്ടുപോകും. പാൻറ് കഴിഞ്ഞ വർഷത്തെ പാൻറ്റൊന്നും കൊള്ളത്തില്ല കേട്ടോ, അതൊക്കെ ചെറുതായി. ഇവിടെ ഇരുന്ന് സാപ്പിട്ട് കുളവയറൊക്കെ ആയി. ഈ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഇനി ലെവലാകത്തുള്ളൂ കേട്ടോ. വീട്ടിലിരിക്കുമ്പം അത്രയും ചാട്ടമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ചാട്ടമേ ഉള്ളു. ആ കുഞ്ഞ് ചീമച്ചാക്കത് ഇത്രയും ഉണ്ട് കേട്ടോ. കയ്യിലെല്ലാം കറയായി. നമുക്ക് ഇങ്ങനെ ഈ പിച്ചാത്തിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. കഴുകിക്കൊണ്ട് വരട്ടെ. പിച്ചാത്തിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി പിച്ചാത്തി കഴുകിയതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു അഹങ്കാരം കാണിച്ചതാട്ടോ. പാവം പിച്ചാത്തിയാണ്, അതുകൊണ്ട് ഇത്ര സംഭവിച്ചു. ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് നമുക്ക് വേവിക്കാം. വേവട്ടെ. അപ്പം എന്ത് റെഡിയായി വരുമ്പോഴത്തേക്ക് ഞാൻ ആ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യട്ടെ. ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നോക്കട്ടെ. വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്ന് മോനിപ്പൊട്ടിൽ പോകാൻ നോക്കിയില്ല, അല്ലെങ്കിൽ ഇപ്പൊ കരിഞ്ഞ് കുളമായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ കറി വെക്കുന്ന പോലെ കറി വെക്കാം. അടിപൊളിയാണ്. ഇരുന്നതൊക്കെ ഉണങ്ങി എടുത്ത് വെക്കാം. കൈ ഡ്രസ് ചെയ്തൊക്കെ വെച്ചേക്കോ. വലിയ മുറിവല്ല, എന്നാൽ തന്നെ ഈ കൈ ആയതുകൊണ്ട് എനിക്കൊരു പേടി. ഇച്ചിരി മരുന്ന് വെച്ചത് കേട്ടോ. ഒരു സൂചി പോലും കൊള്ളരുത്, ഒരു കൊതുക് പോലും കടിക്കരുത് എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത്രയൊന്നും നമുക്ക് കെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതെല്ലാം അശ്രദ്ധ കൊണ്ട് പറ്റിപ്പോയതാട്ടോ. ഇന്നലെ ഞങ്ങൾ ഹരിപ്പാട്ടം ഇങ്ങോട്ട് വന്ന വഴിക്കും
നമ്മൾ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ചാൽ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വന്ന വഴിക്കെല്ലാം ഇത് വിൽക്കാൻ വെച്ചായിരുന്നു. മനസ്സിലൊരാഗ്രഹം തോന്നിയായിരുന്നു, ഇന്നത് ദൈവം നടത്തി. ഇന്ന് മോനുക്കുട്ടൻ്റെ വകയാണ് മുട്ട ഫ്രൈ. ഇപ്പൊ കാണായിരുന്നു. മുട്ട ഇപ്പൊ താഴെ ഇട്ട് ഫ്രൈ ചെയ്തേനെ. എൻ്റെ കൈ മുറിഞ്ഞതിന് പറയോ അമ്മയ്ക്ക് അത് ഉപയോഗിക്കാൻ അറിയത്തില്ല അതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞോളൂ. രണ്ടെണ്ണം മതി, നമുക്ക് മതിയല്ലോ കേട്ടോ. ആര്? എനിക്ക് അധികം എരിയൊന്നും വേണ്ട. എന്നിട്ടാണ് കുരുമുളക് പൊടി ഇട്ടത്. നമ്മുടെ മെഴുക്ക് വറുത്തിയൊക്കെ റെഡിയായി. ഇനി ഇതിപ്പോൾ നമുക്ക് ചോറുണ്ണാം. മോനുക്കുട്ടൻ മുട്ടയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. മുട്ടയൊക്കെ വറക്കാൻ കയറിയത് പ്രമാണിച്ച് എനിക്ക് ഇങ്ങനെ ജോലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാതകം മൊത്തം ഉള്ളി അരിഞ്ഞ് പച്ചമുളക് അരിഞ്ഞ് അഴുക്കാക്കി. ചോറുണ്ണാമേ. അതെല്ലാം തുടച്ചിട്ടു, എനിക്കൊന്നും തുടയ്ക്കണം. ഞാൻ കഴിഞ്ഞ ദിവസത്തെ പറഞ്ഞായിരുന്നല്ലോ. നമുക്ക് ചോറുണ്ണാം. എത്ര പെട്ടെന്നാ ഈ ചോറ് വേവുന്നതെന്നറിയോ? ചീമച്ചക്ക അപ്പോൾ ഇവിടെ ഇതിൻ്റെ സീസണാണ്. എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും. കിട്ടുന്നുണ്ടോ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? എങ്ങനെയാണത് നിങ്ങൾ റെഡിയാക്കുന്നത് എന്നൊക്കെ പറയണം കേട്ടോ. ചമ്മന്തി ഉള്ളത് കൊണ്ട് ചമ്മന്തി പൊടി എടുക്കുന്നില്ല, ചമ്മന്തി മതി. മോനുക്കുട്ടൻ മുട്ട വറുത്ത് റോള് പോലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ പച്ചിച്ചിരിക്കുന്നത് മല്ലിയിലയും പച്ചമുളകും ഒക്കെ കേട്ടോ. നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ്. മോരുകറി ഇച്ചിരിയേ ഉള്ളായിരുന്നത് ഈ മോനുകുട്ടന് കൊടുത്തു, വേണമെന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. നമുക്കിനി നാളെ കാണാം. പ്രാർത്ഥനയോടെ എല്ലാവരോടും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. നാളെ കാണാം കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.